ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്കിൻ കെയർ സീക്രട്ടുമായിട്ടാണ്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മാത്രമാണ് ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഒരു അടിപൊളി സ്കിൻ കെയർ സീക്രട്ടാണ് കേട്ടോ. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് 3 തരത്തിലുള്ള ഐസ് ക്യൂബ്സ് ആണ്. ഒന്നൊരു അലോവേറ വെച്ചിട്ടും, പിന്നാണെങ്കിൽ ഒന്ന് അരിപ്പൊടി വെച്ചിട്ടും, അതുപോലെ മൂന്നാമത് നമ്മളുടെ ചെറുപയർ വെച്ചിട്ടും. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഈ 3 ടൈപ്പിൽ ഐസ് ക്യൂബ്സും നമ്മളുടെ ഫേസിന് വളരെയധികം ഗുണമുള്ളതാണ്. നമ്മളുടെ ഫേസ് നല്ല ഗ്ലോ കിട്ടാനും, അതുപോലെ തന്നെ ഓപ്പൺ പോർസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാനും വേണ്ടി വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് തയ്യാറാക്കേണ്ടതെന്ന് പറയാം. ഫസ്റ്റ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അലോവേറ വെച്ചിട്ടുള്ള ഐസ് ക്യൂബ്സ് ആണ്. ഇത് നമ്മളുടെ ഫേസിൽ നല്ല ഗ്ലോ കിട്ടാനും, അതുപോലെ നല്ല ഫ്രഷ് ഫീൽ വരാനും, ഫേസിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലും ഡേർട്സ് ഉണ്ടെങ്കിൽ അതെല്ലാം പോകാനും, അടിപൊളി ഗ്ലോ കിട്ടാനും, പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഗ്ലോ കിട്ടാനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഈ നമ്മുടെ അലോവേറ വെച്ചിട്ടുള്ള ഐസ് ക്യൂബ്സ്. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഫ്രഷ് ആയിട്ടുള്ള അലോവേറ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അലോവേറ ജെല്ലി ഇതിന് യൂസാക്കാൻ പാടില്ല. നമ്മൾ ഫ്രഷ് ആയിട്ട് വേണം എപ്പോഴും ഇതിനു വേണ്ടി യൂസാക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ കുറച്ചളവിലാണ് കാണിക്കുന്നത്, അതുകൊണ്ട് ഞാൻ കുറച്ച് അലോവേറയുടെ ജെല്ല് എടുത്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിനകത്ത് മഞ്ഞക്കറ പോയിട്ട് വേണം നമ്മൾ ഈ അലോവേറ എടുക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് റോസ് വാട്ടറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഇവിയോൻ്റെ ക്യാപ്സ്യൂളും കൂടി ചേർത്തിട്ട് നമ്മളുടെ ഈ മിക്സ് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരണം. മിക്സിയുടെ ജാറിനകത്തിട്ട് തന്നെ അടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പതഞ്ഞ് കിട്ടും. ഇതിപ്പോൾ ഞാൻ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ഐസ് ക്യൂബ്സ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഐസ് ട്രേ എടുക്കുക. അതിലേക്ക് ഞാനിപ്പം ഓരോ സ്പൂൺ വെച്ചിട്ട് ഓരോരോ ട്രേക്കകത്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ വളരെ കുറച്ച് അളവിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ 3 റോ ഉണ്ട്. അതിൽ 3 3 ടൈപ്പിലെ ഐസ് ക്യൂബ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചധികം ചെയ്തിട്ട് നമ്മുടെ ഫ്രീസറിൽ തന്നെ വെച്ചാൽ മതി. എന്നിട്ട് എപ്പോഴാണോ വേണ്ടത് അപ്പം നമുക്കെടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ക്യൂബ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടി എടുക്കുന്നുണ്ട്. അതിലേക്ക് റോസ് വാട്ടറും ചേർത്ത് നന്നായിട്ട് ലൂസ് കൺസിസ്റ്റൻസിയിൽ ഞാനാണെങ്കിൽ മിക്സ് ചെയ്തെടുക്കുവാണ്. ഈ അരിപ്പൊടി നമ്മളുടെ ഫേസിന് വളരെയധികം ഗുണമുണ്ട്. അരിപ്പൊടി, അരിയും ചോറും ഒക്കെ ചോറിൻ്റെയൊക്കെ ഫേസ് പാക്ക് നമ്മളുടെ ഫേസിന് വളരെയധികം നല്ലതാണ്. നമ്മളുടെ ഫേസ് നല്ല ഗ്ലോ കിട്ടാനും, അതുപോലെ അരിപ്പൊടി വെച്ച് സ്ക്രബ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ എന്തെങ്കിലുമൊക്കെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനും വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഞാൻ അതും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് ഒഴിച്ചിട്ട് നമ്മൾ ഐസ് ക്യൂബ് ആക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ അടുത്ത റോയിൽ ഞാൻ അരിപ്പൊടിയുടെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഐസ് ക്യൂബ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് ചെറുപയറാണ്. ഇതാണെങ്കിൽ ഓവർനൈറ്റ് ഞാൻ സോക്ക് ചെയ്തിട്ടതാണ്. നന്നായിട്ട് വെള്ളമൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് അലോവേറയാണ്. ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ അടുത്ത പാക്ക് തയ്യാറാക്കാൻ പോകുന്നത്. പണ്ട് കാലം തൊട്ടേ നമ്മളുടെ ഈ ചെറുപയർ പൊടിയൊക്കെ നമ്മളുടെ ഫേസിന് വേണ്ടി മുത്തശ്ശിമാരുടെ കാലം തൊട്ടേ എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അത്രയധികം ഗുണമുള്ളതാണ് നമ്മളുടെ ഈ ചെറുപയർ. അപ്പോൾ ഐസ് ക്യൂബിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് അലോവേറ ജെൽ എടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം മതി. അതെടുത്തതിന് ശേഷം നമ്മളാണെങ്കിൽ 1 ടേബിൾ സ്പൂണോളം ഈ നമ്മൾ കുതിർത്ത് വെച്ച പയറും കൂടി ചേർത്ത് കൊടുക്കും. അതിന് ശേഷം കുറച്ച് റോസ് വാട്ടറും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് അരച്ചു കൊണ്ടുവരണം. ഇതിപ്പോൾ ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത്ര വലിയ ഫൈനായിട്ടൊന്നുമല്ല, ചെറിയ ചെറിയ തരികളുണ്ട്. അങ്ങനെ കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ഫേസിൽ ഒരു സ്ക്രബായിട്ട് കൂടി ഇത് യൂസാക്കാൻ പറ്റും. അപ്പോൾ അതും കൂടി ഞാൻ ഈ ട്രെയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിന് ശേഷം ഞാനിത് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് ഐസ് ആകുന്നിടം വരെ ഒരു 4-5 മണിക്കൂറോളം എടുക്കും. അതുവരെ നമ്മളിത് ഫ്രീസറിൽ വെച്ച് നല്ല ഐസാക്കി എടുക്കണം. ഇങ്ങനെ കുറേ അധികം നമ്മൾ ഐസ് ക്യൂബ് ഉണ്ടാക്കി നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നമ്മളുടെ ഫേസ് ഭയങ്കര ഡള്ളായിട്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ, അപ്പോൾ എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ഐസ് ക്യൂബ് എടുത്തിട്ട് നമ്മളുടെ ഫേസിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മളുടെ ഫേസ് നല്ല ഗ്ലോ കിട്ടാനും, അതുപോലെ ഇൻസ്റ്റൻ്റായിട്ട് നല്ല വൈറ്റ് കിട്ടാനും ഒക്കെ വളരെയധികം സഹായിക്കും. പെട്ടെന്ന് നമുക്ക് ഫേസ് പാക്ക് ഒന്നും ഇടാൻ പറ്റിയില്ലെങ്കിൽ ഈ ഐസ് ക്യൂബ് എടുത്തിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നല്ലൊരു ഗ്ലോ കിട്ടും നമുക്ക് ഫേസിന്. അപ്പോൾ ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഐസ് ക്യൂബ് ആക്കി എടുത്തതിന് ശേഷം ഓരോ ക്യൂബ് എടുത്തതിന് ശേഷം നമ്മുടെ ഫേസ് എപ്പോഴും ക്ലീൻ ആയിരിക്കണം. ക്ലീനായ ഫേസിലേക്ക് നമ്മളിത് നല്ല സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കണം. ഐസ് ക്യൂബ് തീരുന്നിടം വരെ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് അലോവേറയുടെ ഐസ് ക്യൂബാണ്. ഇതുപോലെ തന്നെ സെയിം ആയിട്ട് തന്നെ നിങ്ങൾക്ക് അരിപ്പൊടിയുടെയും അതുപോലെ തന്നെ ചെറുപയറിൻ്റെയും ഐസ് ക്യൂബ് യൂസ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഐസ് ക്യൂബ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് ഗ്ലോ കിട്ടാനും പെട്ടെന്ന് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഐസ് ക്യൂബാണിത്. അപ്പോൾ എല്ലാവരും ഇത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.